ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറിനാരങ്ങ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന 2 തരത്തിലുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും തന്നെ കയ്പില്ലാത്ത എന്നാൽ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു അച്ചാർ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം തൂക്കമുള്ള ഒരു കറിനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ വടുകപ്പുളി നാരങ്ങ എന്നും പറയാറുണ്ട്. നന്നായിട്ട് പഴുത്ത നാരങ്ങ നോക്കി വേണം നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളുടെ അച്ചാറിന് കയ്പ് ടേസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല പഴുത്ത നാരങ്ങ തന്നെ ഇതിനായിട്ട് എടുക്കാം. ഇനി ഈ നാരങ്ങ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ നാരങ്ങ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ നാരങ്ങ നമുക്ക് വെള്ളത്തിലൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴിതാ നമ്മളുടെ നാരങ്ങയുടെ കളറൊക്കെ കുറേശ്ശെയായിട്ട് തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഈ നാരങ്ങയുടെ തൊലി ഒക്കെ നല്ല സോഫ്റ്റായി ഇതിൻ്റെ കയ്പ് ടേസ്റ്റ് മുഴുവനായിട്ടും പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ നാരങ്ങ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റാം. അതിനുശേഷം നല്ല ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. ഈ നാരങ്ങയിൽ വെള്ളമയം ഉണ്ടായാൽ നമ്മളുടെ അച്ചാർ വേഗം പൂത്തുപോകും. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. നാരങ്ങ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി ഒന്നും തന്നെ നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. ഈ തൊലിയോട് കൂടി തന്നെയാണ് ഞാനിവിടെ അച്ചാറിടുന്നത്. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തുള്ള ഈ കുരുവും ഈ 2 സൈഡും അതുപോലെ ഈ കൂഞ്ഞും എല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം തന്നെ ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത പാത്രത്തിലേക്ക് വേണം നമ്മൾ ഈ നാരങ്ങ അരിഞ്ഞെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ നാരങ്ങ എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ അരിഞ്ഞെടുത്ത നാരങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊരു 12 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ നാരങ്ങ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സോഫ്റ്റ്. അങ്ങനെ 12 മണിക്കൂറിന് ശേഷം നമ്മളുടെ നാരങ്ങ ഉപ്പൊക്കെ പിടിച്ച് നല്ലതുപോലെ സോഫ്റ്റായിട്ട് അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഈ നാരങ്ങ കൊണ്ട് 2 തരത്തിലുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളിടാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. നല്ലെണ്ണയിൽ തയ്യാറാക്കിയാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 2 വത്തലമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തുടം വെളുത്തുള്ളി പൊളിച്ച് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും കുറച്ച് കാന്താരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ വെള്ളിടുമ്പോൾ കാന്താരി ചേർക്കുന്നതാണ് നല്ലത്. കാന്താരി ഇല്ലെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് തന്നെ നല്ലതുപോലെ തീ കുറച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ നല്ലതുപോലെ കൂട്ടി വെച്ച് ഇത് നന്നായിട്ട് ഈ വിനാഗിരിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
വിനാഗിരി ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ അതിൽ നിന്നും പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നാരങ്ങ വെള്ളിട്ടത് ഇവിടെ തയ്യാറായി. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ അച്ചാർ നല്ലതുപോലെ തണുത്തതിന് ശേഷം വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ലാത്ത ഗ്ലാസ് കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് കാലം തന്നെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് ചൂടാക്കിയെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ നല്ലെണ്ണ വേണം നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തുടം വെളുത്തുള്ളി പൊളിച്ച് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ആവശ്യത്തിന് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ ഈ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോഴിതാ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിതാ ഞാൻ നല്ലതുപോലെ തന്നെ ഈ അച്ചാർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈർപ്പം ഒട്ടുമില്ലാത്ത അടപ്പ് മുറുക്കമുള്ള നല്ല ഗ്ലാസ് ഭരണികളിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനാവും. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ അച്ചാർ പൂത്തു പോവുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി നോക്കിയാൽ അച്ചാർ ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നതുവരെ താങ്ക് യു.